അങ്ങനെ ഒരുപാട് നാളായി ആസ കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. ആസൻ്റെ 9th ബർത്ത്ഡേ ആണ്. അപ്പോൾ ആസ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇന്നലെ തന്നെ പോയി അവൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ സർപ്രൈസായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവൾക്ക് രാവിലെ കൊടുത്തു. പിന്നെ ബർത്ത്ഡേ ഞങ്ങൾ ചെറിയ രീതിയിലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇത് അവളുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് നടക്കാവുള്ള ലേ അറേബ്യ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഫംഗ്ഷൻ നടത്തുന്നത്. ഞങ്ങളുടെ അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ വരുന്ന ഗസ്റ്റിന് വേണ്ടി ഞങ്ങൾ ഫുഡൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർ മെലൻ്റെ ജ്യൂസാണ് ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ ഗസ്റ്റ് ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഹോട്ടലിലുള്ള എല്ലാ സ്റ്റാഫിനും ആസ മിഠായി വിതരണം ചെയ്തു. സ്റ്റാഫിന് മാത്രമല്ല, അവിടെ അന്ന് ഫുഡ് കഴിക്കാൻ വന്ന എല്ലാവർക്കും അവൾ മിഠായി വിതരണം നടത്തി. അവൾക്ക് അത്രക്കും ഹാപ്പി ആയിരുന്നു അവൾ. ഞങ്ങൾ കേക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, പുറത്ത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഹോട്ടലിലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഫുഡായിട്ട് ഞങ്ങൾ ചിക്കൻ്റെ മന്തി, ഹൈദരാബാദി ബിരിയാണി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഇവരുടെ സർവീസ് എടുത്തു പറയേണ്ടതാണ്. അടിപൊളി സർവീസും അടിപൊളി ഫുഡും ആയിരുന്നു. എല്ലാവർക്കും ഫുഡും ഇവരുടെ സർവീസും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കഴിക്കുമ്പോൾ ഫുഡിനെ പറ്റി ഭയങ്കര അഭിപ്രായമായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഫുഡ് കഴിച്ച് എല്ലാവർക്കും ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പം ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ അവളുടെ ഉപ്പ അതാ ബാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. നല്ല അടിപൊളി ഫുഡ്, അടിപൊളി കേക്ക്, എല്ലാ പരിപാടി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷം.